അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 110. ആ വാർഡ്രോബിന്ന് ഒരു ടീഷർട്ട് എടുത്തേ കുഞ്ഞാ, ഇതിന്റെ ബട്ടൺ നീ പൊട്ടിച്ചു. അഗ്നി ചിരിയോടെ പറഞ്ഞു. ജ്വാല അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് വാർഡ്രോബിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്തുകൊണ്ടുവന്ന് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്താണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നേ? അവളുടെ കവിളിൽ ചെറുതായി കുത്തിക്കൊണ്ട് അവൻ കുറുമ്പോടെ ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ കുളിക്കണില്ലേ? കുളിക്കാതെയാണോ ഡ്രസ്സ് മാറ്റുന്നേ? അവള് മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ആ, കുളി ഇനി വല്ലതും കഴിച്ചിട്ടാവാ, നല്ല വിശപ്പടി. അതും പറഞ്ഞ് അവനവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അഗ്നിക്ക് ചിരി വന്നു പോയി. അതേ, തിരിഞ്ഞു നോക്കിക്കോ, എപ്പോഴായാലും നീ കാണേണ്ടത് തന്നെയല്ലേ. അവൻ ഷർട്ട് മുഴുവനായി അഴിച്ചു മാറ്റി അവളിലേക്ക് ചേർന്ന് നിന്നു. അവന്റെ നഗ്നമായ നെഞ്ച് ആദ്യമായി അവളിൽ അമർന്നു. ജ്വാല വിറച്ചുകൊണ്ട് കൈകൾ ഡ്രസ്സിൽ ചുരുട്ടിപ്പിടിച്ചു. അവൻ അവളെ തന്നിലേക്ക് ചേർത്തമർത്തി വയറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. ദേവേട്ട, എന്തായി കാട്ടണേ? മാറ്. അവള് പിടഞ്ഞു നോക്കി. കാണണ്ടേ? അവൻ അവളുടെ ചെവിക്കരികിൽ പോയി ആർദ്രമായി ചോദിച്ചു. എന്ത്? ജ്വാല വിക്കി. അഗ്നി അവളെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് മിററിന് മുന്നിൽ പോയി നിന്നു. അവള് വിറയലോടെ മിററിലേക്ക് നോക്കി. അഗ്നിയുടെ നഗ്നമായ ഷോൾഡറും നെഞ്ചും എല്ലാം അവൾക്ക് കാണാവുന്ന രീതിയിലായിരുന്നു. അവളുടെ തല അവന്റെ ടാറ്റൂലായിരുന്നതുകൊണ്ട് തന്നെ അതുമാത്രം അവള് കണ്ടില്ല. എങ്കിലും ആദ്യമായി അഗ്നിയെ അങ്ങനെ കണ്ടതും ജ്വാലയുടെ ദേഹം ആകെ കോരിത്തരിച്ചുപോയി. അവന്റെ നെഞ്ചിലെ രോമങ്ങൾ പോലും അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ നോട്ടം മിററിലൂടെ തന്നെ നോക്കുന്ന പെണ്ണിലായിരുന്നു. അവൾ തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. തൻ്റെ നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ളതുകൊണ്ട് അവൾക്ക് തന്നെ നേരെ കാണാൻ കഴിയുമെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. പെണ്ണാകെ ചുവന്നിട്ടുണ്ട്. അവൻ അവളുടെ വയറിൽ നിന്നും വലത് കൈ എടുത്തു മാറ്റി ആ കൈകൊണ്ട് അവളുടെ നെഞ്ചിലൂടെ ചുറ്റിപ്പിടിച്ചു. ജ്വാല ബോധം വന്നതുപോലെ ഞെട്ടിക്കൊണ്ട് മിററിലേക്ക് നോക്കി. തന്നെ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ഉടലൊന്ന് വിറച്ചു. ഇങ്ങനെ നോക്കിക്കൊല്ലാതെ പെണ്ണെ, നിനക്ക് കാണുന്നുണ്ടെങ്കിൽ ദേവേട്ട നേരെ കാണിച്ചു തരില്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്, അത്രയ്ക്ക് കൊതിയാണെങ്കിൽ. അവൻ അവളെ കളിയാക്കി. ജ്വാല പതറിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ നിക്കെന്തിനാ ഇതൊക്കെ കാണണേ? നിക്ക് കാണണ്ട, അവള് പറഞ്ഞു. ഉവ്വേ, എന്നിട്ടാവും മിററിലൂടെ എന്നെ നോക്കി ചോരയൂറ്റുന്നേ. അഗ്നി കളിയാക്കി പറഞ്ഞതും ജ്വാലയുടെ മുഖം വിളറി വെളുത്തുപോയി. അത് ആ അത് ഞാൻ അങ്ങനെ നോക്കിയതല്ല. ദേവേട്ടന്റെ നെഞ്ചിലെ ടാറ്റു, അതെന്താ ഹാർട്ടൊക്കെ, അതറിയാൻ നോക്കിയതാ. അവള് മുഖം വീർപ്പിച്ചു. അതറിയണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്ക്, അപ്പൊ കാണാലോ. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. വേണ്ട, എനിക്ക് കാണണ്ട. ഹാർട്ടൊക്കെ വരച്ചു വെക്കാനും മാത്രം ആരുടെ പേരാണാവോ? സ്വയം കണ്ടങ്ങോട്ട് സന്തോഷിക്ക്. അവളുടെ ചുണ്ടു കൂർത്തു. അഗ്നി ചിരിയോടെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. എന്റെ കുഞ്ഞാ, എന്തൊരു കുശുമ്പാ ഇത്? അവൻ ചോദിച്ചു. ജ്വാല മറുപടി പറഞ്ഞില്ല. അതെ, കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടോ, എനിക്കവിടെ ഒരു ഉമ്മ തരണമെന്ന് മാത്രമേ ഉള്ളൂ, അവൻ പറഞ്ഞു. ജ്വാല അവനെ മിററിലൂടെ തുറച്ചു നോക്കി. ഓ വേണ്ട, എനിക്ക് കാണണ്ട, സ്വയം കണ്ടങ്ങോട്ട് സന്തോഷിക്ക്. അവള് ചുണ്ടുകൊട്ടി. അഗ്നി മിററിലേക്ക് നോക്കി ചുണ്ടു കുറിപ്പിച്ച് ഉമ്മാന്ന് കാണിച്ചു. ജ്വാല പുച്ഛിച്ചു. എന്റെ പെണ്ണെ, നിന്നെ കൊണ്ട് കാണണ്ടെങ്കിൽ കാണണ്ട. എന്നാലും നീ നേരത്തെ എനിക്ക് പ്രിയപ്പെട്ട ആ പേരിലാ നഗറക്കിയെ. അയാൾക്ക് നൊന്തു കാണൂടി. അവൻ അവളെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. അവൾ അവനെ തുറച്ചു നോക്കി. കണക്കായിപ്പോയി. അപ്പൊ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പിച്ചി പറിച്ചേനെ. അവള് ദേഷ്യത്തോടെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു. അഗ്നി ചിരിയോടെ അവള് പോകുന്നതെന്ന് നോക്കി പതിയെ ടീഷർട്ട് ഇട്ടു. എടി നിക്ക് പെണ്ണെ, ഞാനും വരുന്നു, അവൻ വിളിച്ചു പറഞ്ഞു. ജ്വാല അവനെ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു. അവള് മുഖം വീർപ്പിച്ച് അവനെ നോക്കി. എന്റെ പൂച്ചക്കുട്ടി പെണങ്ങല്ലേ, നല്ല കുഞ്ഞല്ലേ, അവൻ കൊഞ്ചിച്ചു. ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. പോ ദേവേട്ട. അവള് ചിരിയോടെ അവന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അഗ്നി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വാ, നമുക്ക് താഴേക്ക് പോയി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് നിനക്ക് എന്തൊക്കെ പണിയുള്ളതാ? അഗ്നി അവളുമായി താഴേക്ക് നടക്കുമ്പോൾ പറഞ്ഞു. നിക്കെന്ത് പണി? ജ്വാലയ്ക്ക് മനസ്സിലായില്ല. അവന്റെ കണ്ണുകളിൽ കള്ളത്തരം. അതോ, എനിക്ക് വയ്യാതിരിക്കല്ലേ, അപ്പൊ നീ വേണം എന്നെ കുളിപ്പിച്ചു തരാൻ. അവൻ അവളുടെ റിയാക്ഷൻ അറിയാനായി പറഞ്ഞു നോക്കി. ജ്വാല അവനെ മിഴിച്ചു നോക്കി. ഞാനോ? അവള് ചോദിച്ചു. പിന്നല്ലാതെ, വേഗം നടക്കങ്ങോട്ട്. ഇന്നെന്റെ ഭാര്യ തന്നെ എന്നെ കുളിപ്പിച്ച് തന്നാ മതി. അതും പറഞ്ഞ് പൊട്ടിവന്ന് ചിരിയൊതുക്കി അവൻ അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു. അപ്പോഴും ജ്വാല അവനെ മിഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ജ്വാലയാണ് അഗ്നിക്ക് കഴിക്കാൻ വാരിക്കൊടുക്കുന്നത്. അവൻ സ്വയം കഴിക്കാന്ന് പറഞ്ഞിട്ടും പെണ്ണ് അവനെ കണ്ണുരുട്ടി നോക്കി കഴിപ്പിക്കുകയാണ്. കൂടെ തന്നെ അവളും കഴിക്കുന്നുണ്ട്. അഗ്നിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അടുത്തു നിന്നും വിട്ടുമാറാതെ അവൾ അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യാസം വന്നിരുന്നു.
അവനോട് ജ്വാല സോറിയൊക്കെ പറഞ്ഞു. അവന് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവളെ. അഗ്നിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ തിരികെ പോയി. പോകുന്നതിന് മുന്നേ അഗ്നിയെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് അവൻ പോയത്. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ അപ്പുവും മോഹനും ഓഫീസിലേക്ക് പോയി. വൈകുന്നേരം നേരത്തെ വരാമെന്ന് അപ്പു അവളോട് പറഞ്ഞിട്ടുണ്ട്. അഗ്നിക്ക് കുളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ജ്വാല അവനെ കൂട്ടി മുകളിലേക്ക് പോയി. അവൾക്ക് ആകെ വെപ്രാളം തോന്നാൻ തുടങ്ങിയിരുന്നു. എങ്ങനെ കുളിപ്പിക്കും? ഞാൻ തന്നെ കുളിപ്പിക്കണോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചാണ് അവനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് അവൾ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചത്. ജ്വാലയുടെ വെപ്രാളമെല്ലാം അഗ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എങ്കിലും അത് ശ്രദ്ധിക്കാത്തതുപോലെ അവൻ ബാത്റൂമിലേക്ക് നടന്നു. ജ്വാല പെട്ടെന്ന് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അതേ, എന്നെ കുളിപ്പിച്ചതാ. അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവള് വിറയലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് പക്ഷേ കുറുമ്പാണ്. അത് കാണവേ അവളുടെ മുഖം ദയനീയമായി. അത് ദേവേട്ടാ, ഞാൻ എങ്ങനെയാ? അവള് വല്ലായ്മയോടെ അവനോട് ചോദിച്ചു. അഗ്നി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ മുഖം വീർപ്പിച്ചു നോക്കി. അതിനെന്താ, നീ എന്റെ ഭാര്യയല്ലേ, വാ എന്റെ കുഞ്ഞാ. അവൻ അവളെ ഒന്നുകൂടി അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാല ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ ദയനീയമായി നോക്കി. എന്താണ് ഈ മുഖം അല്ലാതെ? ആ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്തു തരണ്ട. എനിക്ക് വയ്യാത്തല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ആ, സാരല്ല കുഞ്ഞാ, നീ പൊക്കോ, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുളിച്ചോളാം. അവൻ വിഷമം നടിച്ച് അവളോട് പറഞ്ഞുകൊണ്ട് അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. ജ്വാല പെട്ടെന്ന് വീണ്ടും അവനോട് ചേർന്ന് വന്നു. അഗ്നി സംശയത്തോടെ അവളെ നോക്കി. അത് ഞാൻ കുളിപ്പിക്കാതെ ദേവേട്ടാ, കുഴപ്പമില്ല. അവൾ പെട്ടെന്ന് പറഞ്ഞതും അഗ്നി അത്ഭുതത്തോടെ അവളെ നോക്കി. ഇത്രയും നേരം ആ കണ്ണുകളിൽ കണ്ട ദയനീയ ഭാവമൊന്നും ഇപ്പോ കാണാനില്ല. അവനോടുള്ള സ്നേഹം മാത്രമാണ് ആ പൂച്ച കണ്ണുകളിൽ. ആഹാ, അപ്പൊ നിനക്ക് ചമ്മലല്ലേ എന്നെ കുളിപ്പിക്കാൻ? അതിനല്ലേ ഇത്രയും നേരം ഈ വെപ്രാളൊക്കെ കാണിച്ചേ? അവൻ ചോദിച്ചതും ജ്വാല അവനെ നോക്കി ചിരിച്ചു. അതെ, പക്ഷെ ദേവേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ദേവേട്ടന്റെ ഭാര്യയല്ലേ. ദേവേട്ടന് വയ്യാത്തോണ്ടല്ലേ. വയ്യാതാവുമ്പോ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടേ. എനിക്ക് പീരിയഡ്സ് ഒക്കെ ആയി വയ്യാതിരിക്കുമ്പോ ദേവേട്ടനെ നോക്കാറില്ലേ? അവള് കാര്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അഗ്നി അവള് പോകുന്നത് നോക്കി ഒരു ചിരിയോടെ നിന്നുകൊണ്ട് പതിയെ അവൾക്കൊപ്പം ബാത്റൂമിലേക്ക് കയറി. വലിയ ഡയലോഗൊക്കെ അടിച്ചെങ്കിലും അവൻ എങ്ങനെ കുളിപ്പിക്കുമെന്നത് അവളിൽ ആശങ്ക തന്നെയായിരുന്നു. അവൾ ബാത്റൂം മിററിലേക്ക് നോക്കിക്കൊണ്ട് കൈകൾ പരസ്പരം കോർക്കി അഴിക്കുകയും ചെയ്തു. അഗ്നി അടുത്തേക്ക് വരുന്നത് കണ്ട് അവളുടെ നെഞ്ചിടിപ്പ് കൂടി. അവൻ പതിയെ അവളോട് ചേർന്ന് നിന്ന് മുന്നോട്ട് നോക്കി. എന്തിനീ ടെൻഷൻ കുഞ്ഞാ? അവൻ ആർദ്രമായി ചോദിച്ചു. അത് അത് ഒന്നുമില്ല ദേവേട്ടാ. അത് പിന്നെ എങ്ങനെ കുളിപ്പിക്കണ്ടേ? അവൾ വിറയലോടെ ചോദിച്ചു. അഗ്നി കള്ളച്ചിരിയോടെ അവളെ നോക്കി. എങ്ങനെയെന്ന് ചോദിച്ചാ കുഞ്ഞു കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കുക, അതുപോലെ തന്നെ. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി. ജ്വാല ഞെട്ടിപ്പോയി. എന്നുവെച്ചാ? അവൾ ചോദിച്ചു. അഗ്നി പതിയെ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ന് വെച്ചാ കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെ കുളിപ്പിക്കുക? ഡ്രസ്സൊന്നും ഇല്ലാതെ അങ്ങനെ വേണം കുളിപ്പിക്കാൻ, അവൻ പതിയെ പറഞ്ഞു. ജ്വാല അവനെ മിഴിച്ചു നോക്കി. എന്തേ? അത് കണ്ട് അവൻ ചോദിച്ചു. അങ്ങനെ അങ്ങനെ വേണോ? നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് കുളിക്കാം, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അവളുടെ മുഖമാകെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അഗ്നിക്ക് അത് കാണുന്തോറും ചിരിയും വരുന്നുണ്ടായിരുന്നു. ഏയ്, അത് പറ്റില്ല, എനിക്ക് ഡ്രസ്സ് വേണ്ട, അവൻ ചിരിയോടെ പറഞ്ഞു. ജ്വാല അവനെ വിറയലോടെ നോക്കി. അപ്പോ ഞാൻ കാണില്ലേ? അവൾ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു. അഗ്നി അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി. അവൾ ഏങ്ങി. എന്ത് കാണില്ലേന്നാ കുഞ്ഞാ? അവൻ വശ്യമായ സ്വരത്തോടെ ചോദിച്ചു. അത് ദേവേട്ടനെ. അയ്യേ, എനിക്ക് നാണാ ദേവേട്ടാ, അവള് ചിണുങ്ങി പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അതിനെന്താ, എൻ്റെ ഭാര്യയല്ലേ, നീ എന്നെ അങ്ങനെ കണ്ടെന്നും വെച്ച് എനിക്കൊരു കുഴപ്പമില്ല. അവൻ അവളുടെ തലയിലൂടെ തഴുകി. ജ്വാല മുഖമുയർത്തി അവനെ നോക്കി. തുടരും.